ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എക്സാം നടക്കുന്നത് 18-നാണ്, ഓഗസ്റ്റ് 18-നാണ് എക്സാം നടക്കുന്നത്. രാവിലെ 5 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷനും ഉച്ചയ്ക്ക് ശേഷം 3 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷനുമായിട്ടാണ് നടക്കുന്നത്. അപേക്ഷിക്കാൻ വെറും 6 ദിവസമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. അപേക്ഷയുടെ അവസാന ദിവസം 2 ഓഗസ്റ്റാണ്. ഓഗസ്റ്റ് 2-ാം തീയതി. പ്രത്യേകിച്ചും നോക്കുക, ഒരു വൈകുന്നേരം 5 മണി വരെ മാത്രമേ സമയമുള്ളൂ. 12 o'clock വരെ സമയമുണ്ട് എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യരുത്. 5 മണിയോടെ നിങ്ങളുടെ സമയം അവസാനിക്കും. എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്തേക്കാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുന്നതിന് മുമ്പ് ഈ വർഷത്തെ എക്സാമിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടുണ്ട്. ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 200-ൽ നിന്ന് 120 ആക്കി ചുരുക്കി. അതിൽ 120 ക്വസ്റ്റ്യൻസിൽ ജനറൽ നോളജ് എന്നുള്ള ഏരിയയിൽ നിന്ന് 27 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇംഗ്ലീഷ് ഏരിയയിൽ നിന്ന് 36 ക്വസ്റ്റ്യൻസ്, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ലീഗൽ സ്റ്റഡീസ് എന്നുള്ള ഏരിയയിൽ നിന്ന് 42 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ എക്സാമിൽ നിന്നും കാര്യമായൊരു വ്യത്യാസമാണത്, ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൽ വന്നിട്ടുള്ള കുറവ്. അതേപോലെ തന്നെ 5 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷൻ ആഗ്രഹിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. ഈ വർഷം ആദ്യമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള ഒരാളാവുകയും എന്നാൽ നിങ്ങൾക്ക് പോളിടെക്നിക് ഓർ 3 വർഷത്തെ ഡിപ്ലോമ ആണുള്ളതെങ്കിൽ, 3 വർഷത്തെ ഡിപ്ലോമ ഓർ പോളിടെക്നിക് കോഴ്സാണ് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ വർഷം ആദ്യമായിട്ട് 5 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിലേക്കാണ് കടക്കുന്നത്. ഈ അപ്ലൈ ചെയ്യുമ്പം ഇതിന് പ്രധാനമായും 5 സ്റ്റെപ്സാണ് ഉള്ളത്. ആ 5 സ്റ്റെപ്സ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കുക നിങ്ങൾ. രജിസ്ട്രേഷൻ, ഫിൽ അപ്ലിക്കേഷൻ, ദെൻ പേ അപ്ലിക്കേഷൻ ഫീ, ദെൻ അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, ലാസ്റ്റായിട്ട് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് പേജ്. ഇങ്ങനെയുള്ള 5 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കടക്കേണ്ടത്. അതിനേക്കാളൊക്കെ മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായും ഈ സൈഡിൽ നിങ്ങൾക്കൊരു പ്രീ റിക്വസിറ്റ് ഫോർ അപ്ലൈയിങ് ഓൺലൈൻ എന്ന് കൊടുത്ത് കാണാം. അത് നിർബന്ധമായും വായിച്ചിരിക്കണം. കാരണം അതിനകത്ത് എന്തൊക്കെ വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കൃത്യമായൊരു മൊബൈൽ നമ്പർ വേണം. ആരുടെയെങ്കിലും മൊബൈൽ പോരാ, ഒന്നുകിൽ നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റേതായിരിക്കണം. കാരണം ആ മൊബൈൽ നമ്പറിലേക്കാണ് പിന്നീടുള്ള മെസ്സേജസ് മുഴുവൻ വരുന്നുണ്ടാവുക. അപ്പം മൊബൈൽ നമ്പർ വേണം. ഇൻ്റർനെറ്റ് സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഇരുന്നാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രീ റിക്വസിറ്റ്സ് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് വായിക്കണം, എന്നിട്ടേ ആപ്ലിക്കേഷനിലേക്ക് കടക്കാവൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ സ്റ്റെപ്സിലേക്കാണ് കടക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് രജിസ്ട്രേഷനാണ്. നിങ്ങളൊരു ന്യൂ യൂസറാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനാണ്. അതായത് നമ്മളിപ്പോൾ എല്ലാ കുട്ടികളും രജിസ്ട്രേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കേണ്ടി വന്നാലാണ് നിങ്ങൾ ഈ കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രജിസ്ട്രേഷൻ ഏരിയ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി രജിസ്ട്രേഷനിലേക്ക് കടന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ 5 സ്റ്റെപ്സാണ് പറയുന്നത്. ഈ 5 സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതൊന്ന് നല്ലോണം വായിക്കാം, എന്നിട്ട് വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനിലേക്കാണ് കടക്കുന്നത്. രജിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇമെയിൽ ആക്റ്റീവ് ആണ് എന്നും മൊബൈൽ നമ്പർ കറക്റ്റ് ആണ് എന്നുള്ള കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അത്രമാത്രം സിമ്പിളാണ് പ്രൊസീജിയർ. ഇത് കൺഫർമേഷൻ പേജാണ്. ഇവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിച്ച് നോക്കുക. പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്തത് ക്ലിയർ അല്ലേ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. ഇനി അഥവാ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
കൺഫേം കൊടുക്കും. അപ്പം നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. ആ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ OTP വരുന്നുണ്ടാവുക. ആ OTP ഇവിടെ ഫില്ല് ചെയ്യും, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ സബ്മിറ്റ് കൊടുക്കുന്നതോടെ നിങ്ങൾക്കൊരു 7 ഡിജിറ്റ് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് നമുക്ക് പിന്നീട് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ എന്നതിലേക്ക് കിടക്കുക. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ രജിസ്ട്രേഷൻ. അപ്പോൾ ഈ 5 സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ കളറിൽ കാണുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കാനാണ്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും സൗകര്യം, അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക. അതിന് താഴെ സെക്കൻഡ് കൊടുക്കുക. അങ്ങനെ 14 പ്രയോറിറ്റീസും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ പ്രയോറിറ്റീസ് കഴിഞ്ഞ് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജെൻഡർ, നാഷണാലിറ്റി, നേറ്റിവിറ്റി, ആധാർ നമ്പർ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നില്ല. ആധാർ നമ്പർ, ഫാദറുടെ നെയിം, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ആ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് വീണ്ടും പോവുക. അത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടാവുക കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും. അതിൽ നിങ്ങളടുത്ത് ആദ്യം പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. കാരണം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമല്ലോ. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെയും പെർമനൻ്റ് അഡ്രസ്സ് വേറെയും ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക, എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് കടക്കുക. അപ്പം ഇതിനകത്ത് നമ്മളെടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ 5 ഇയർ LLB സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം +2 VHSC അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇയർ ഡിപ്ലോമ കോഴ്സും ഒക്കെ ആയിരിക്കും ക്വാളിഫയിങ് എക്സാമിനേഷനായി വരുന്നത്. 3 ഇയർ ലോ സ്റ്റുഡൻസ് LLB നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ആയിരിക്കും ക്വാളിഫയിങ് എക്സാമിനേഷനായിട്ട് വരുന്നത്. ആ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് താഴെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ചോദിക്കും. അതായത് ഇപ്പം റിസൾട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരാ, +2 റിസൾട്ട് കഴിഞ്ഞവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാസ്ഡ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരാണ്, ഇപ്പോഴും ഏതെങ്കിലും എക്സാമിൻ്റെ റിസൾട്ട് വരേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോകും. അടുത്തത് നമ്മളെടുത്ത് ചോദിക്കുന്നത് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്. കാൻഡിഡേറ്റിൻ്റെ കമ്മ്യൂണിറ്റി എന്ത്, ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി എന്ത്, മദറിൻ്റെ കമ്മ്യൂണിറ്റി എന്ത്. ഇതൊക്കെ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ആൻസറുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ്, നിങ്ങളുടെ ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി ഏതാണ്. ഇൻ്റർകാസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഫാദറിൻ്റെ കമ്മ്യൂണിറ്റിയും മദറിൻ്റെയും വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ആയിരിക്കാം നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതൊന്ന് വായിച്ച് നോക്കുക, ഇത് ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോവുക. ഇനി നമ്മളടുത്ത് സ്പെഷ്യൽ റിസർവേഷൻസ് ആണ് ചോദിക്കുന്നത്. ഈ സ്പെഷ്യൽ റിസർവേഷൻ പ്രത്യേകം നോക്കണം. നിങ്ങൾ എക്സ് സർവീസ്മെന്നിൻ്റെ ചിൽഡ്രൻ ആണെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ വേറെയാണ്. നിങ്ങൾ പാരാമിലിറ്ററി കോട്ടയാണോ നോക്കുന്നത്, അതേപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ, അതേപോലെ സ്പോർട്സ് കോട്ട ഉള്ളവരാണോ, NCC കോട്ട ഉള്ളവരാണോ, ഇങ്ങനെയുള്ള സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഉള്ളവർക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യവും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ മുൻ വീഡിയോസിൽ പറയുന്നുണ്ട്. അത് കേൾക്കുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വളരെ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് കടക്കുക. അടുത്തത് നമ്മളെടുത്ത് ചോദിക്കുന്നത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പം നെയിം ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ, ബാങ്കിൻ്റെ നെയിം, IFSC കോഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ഓർക്കുക, ഇതുവരെ വന്നതിൽ നിന്നും വ്യത്യസ്തമായി അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായി ചോദിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഏതെങ്കിലും സിറ്റുവേഷനിൽ റീഫണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും പണം റീഫണ്ട് ചെയ്യുന്നുണ്ടാവുക. ഈ റീഫണ്ട് അപ്ലിക്കേഷൻ ഫീ അല്ല കേട്ടോ റീഫണ്ട് ചെയ്യുക. പലപ്പോഴും ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിയാനൊക്കെ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് റീഫണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് ആവശ്യം വരുന്നത്. പക്ഷേ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോഴെന്തായാലും കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ ഒരു പ്രിവ്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് മുഴുവൻ കറക്റ്റ് അല്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഈ പ്രിവ്യൂവിൻ്റെ അവസാനമായിട്ട്
അവസാന ലാസ്റ്റ് പാർട്ടായിട്ട് നമ്മളെടുത്തൊരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ടാവും. ആ ഡിക്ലറേഷനിൽ പ്രധാനമായിട്ടും നിങ്ങൾ പ്രോസ്പെക്ടസ് വായിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എന്നുള്ളതാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് പ്രോസ്പെക്ടസ് വായിക്കണം എന്നർത്ഥം. എന്നിട്ട് ആ ഡിക്ലറേഷനൊക്കെ ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഫൈനലൈസിലേക്ക് പോവുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ അതിനാണ് ആദ്യം ഒരു പ്രിവ്യൂ തരുന്നത്. അപ്പോൾ അതിൽ ഉറപ്പ് വരുത്തണം കൊടുത്ത ഡീറ്റെയിൽസ് മുഴുവൻ കറക്റ്റാണ് എന്ന്. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നത്. അപ്പം നോക്കൂ, നമ്മൾ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, 2 സ്റ്റെപ്പും ഗ്രീൻ കളറിലായി. ഇപ്പോൾ രജിസ്ട്രേഷനും കഴിഞ്ഞു, ഫിൽ അപ്ലിക്കേഷനും കഴിഞ്ഞു. അപ്പം 3ാമത്തെ സ്റ്റെപ്പായ പേ അപ്ലിക്കേഷൻ ഫീയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പേ അപ്ലിക്കേഷൻ ഫീയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്തൊക്കെയുണ്ട്, അതേപോലെ അതിന് എത്ര ചാർജ് വരും, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് വരുന്നത്. അപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്കറിയാം, ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും അതേപോലെ SC/BC കാറ്റഗറിയിലുള്ളവർക്കും 850 റുപ്പീസും, SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 425 ആണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പം അതിന് എങ്ങനെയാണ് പേയ്മെൻറ്റ് വരിക എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് ടു പേയ്മെൻറ്റ് ബൈ ഓൺലൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഓൺലൈൻ പേയ്മെൻറ്റിലേക്ക് പോവാം. അപ്പം നേരെ നിങ്ങൾ ഗേറ്റ്വേയിലേക്ക് കടക്കും, പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് കടക്കും. അതിനു മുമ്പ് ഇവിടെ റെഡ് ലൈറ്റ് ഇങ്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതായത് അതിനിടയിൽ റിഫ്രഷ് ചെയ്യാൻ പാടില്ല വെബ് പേജ്. അതേപോലെ തന്നെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നു. അപ്പം നമ്മൾ 3 സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇവിടെ സർട്ടിഫിക്കറ്റ്സ് പലർക്കും പല സർട്ടിഫിക്കറ്റ്സ് ആയിട്ടും വേണ്ടി വരിക. ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് ഓരോന്നായിരിക്കും. അതിനെ കൃത്യമായിട്ട് ഞാൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കേൾക്കുക, എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക, എന്നിട്ട് അപ്ലിക്കേഷനിലേക്ക് കടക്കുക. ഇമേജസിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൊബൈലിൽ എടുത്തതാവരുത്, അതേപോലെ ടാബ് ഉപയോഗിച്ച് എടുത്തതാവരുത്, ബ്ലാക്ക് ഓർ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കണം. ആ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ സിഗ്നേച്ചറും വേണം. അത് എത്ര JPG ഫോർമാറ്റിലാണ് വേണ്ടത്, അതിൻ്റെ പിക്സൽസ് എത്ര വേണം എന്നുള്ളതും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. അത് ഞാൻ കൃത്യമായിട്ട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാത്തത്. ആ വീഡിയോ തൊട്ട് മുമ്പിലത്തെ വീഡിയോ നന്നായിട്ടൊന്ന് കേൾക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്, പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് പേജ്. അപ്പോൾ ലാസ്റ്റ് ആ അക്നോളജ്മെൻറ്റ് പേജ് പ്രിൻറ്റ് ചെയ്യുക. അത് പിന്നീടുള്ള നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായാൽ ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. മൊത്തം നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെയും ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് നിങ്ങൾ സ്പോർട്സ് അതോറിറ്റിയിലേക്ക് അയക്കേണ്ടതുണ്ട്, സെക്രട്ടറി സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയിലേക്ക്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം, എന്നിട്ട് അവിടേക്ക് അയക്കുകയും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെബ്സൈറ്റ് റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലാണ് പിന്നീടുള്ള എല്ലാ മെമ്മോസും വരിക. ഒരു മെമ്മോയും പോസ്റ്റലായിട്ട് വരിക. അപ്പം കാൻഡിഡേറ്റ് പോർട്ടൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോസ്പെക്ടസിൻ്റെ പേജ് നമ്പർ 16 സ്പോർട്സ് കൗൺസിലിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഡോക്യുമെൻസിൻ്റെ ഒക്കെ കോപ്പി, അതേപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷാ ഫോമിൻ്റെ ഒരു കോപ്പിയും അവിടേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസിൻ്റെ ലാസ്റ്റ് പേജ്, അതായത് 66th പേജ് വായിച്ചൊരു കുട്ടിക്കറിയാം എങ്ങനെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ പാറ്റേണിൽ, പുതിയ പ്രോസ്പെക്ടസിൽ പറയുന്ന അതേ പാറ്റേണിൽ അതേ ഇൻ്റർഫേസ് ഉപയോഗിച്ച് August 3 7 PM ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടക്കുകയാണ്. ജോബ് സെക്യൂരിറ്റിയുടെ ഓൾ കേരള മോക്ക് ടെസ്റ്റാണ്. ആക്ച്വൽ പേപ്പർ പോലെ തന്നെ 120 ക്വസ്റ്റ്യൻസ് ഉള്ള 2 hours എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് റിയൽ ആസ്പിറൻസുമായി കോമ്പീറ്റ് ചെയ്യാനുള്ള വലിയൊരു ചാൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒഴിവാക്കരുത്. ഫ്രീ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ലിങ്കിൽ, ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ടെസ്റ്റ് പേപ്പറിലൂടെ കാണാം. അതേപോലെ തന്നെ ഇനിയും തയ്യാറെടുക്കേണ്ടവർക്കാണ് എന്ന് വെച്ചാൽ
ജോബ് സെക്യൂരിറ്റിയുടെ LLB ഗൈഡ് ഉണ്ട്, ആമസോണിൽ അവൈലബിൾ ആണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റോളുകളിലെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഈ ഗൈഡ് കിട്ടും. പുതിയ നിയമങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും പുതിയ പാറ്റേണിലുള്ള എക്സാമിന് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനിയും ജോബ് സെക്യൂരിറ്റിയുടെ ഒപ്പം പഠിക്കുക, ജോബ് സെക്യൂരിറ്റിയുടെ ഒപ്പം നിങ്ങളുടെ നിയമ വിദ്യാഭ്യാസം മുഴുവൻ പോകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.